ഹലോ അമ്മാമേ, സന്ധ്യാവന്ദനം. ഞങ്ങൾ വളരെ നാളുകൊണ്ട് ആഗ്രഹിച്ചതാണ് ഞങ്ങൾ സഭയായിട്ട് പിൽഗ്രിം റിട്രീറ്റ് സെൻറ്ററിലേക്ക് വന്ന് സ്റ്റാൻലി ചായനും അമ്മാമയുമായിട്ട് ഒരു രാത്രി ചെലവഴിക്കണം എന്നുള്ളത്. കർത്താവിൻ്റെ ഏറ്റവും നല്ല സമയത്ത് അതിനുള്ളൊരു അവസരം കർത്താവ് തന്നു. ദീർഘവർഷങ്ങളായിട്ട് സഭയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് പ്രിയ അച്ചായൻ്റെ അമ്മാമ്മയുടെയും കുടുംബം. ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അമ്മാമ്മ ശുശ്രൂഷയുടെ രംഗത്തേക്ക് എങ്ങനെയാണ് വന്നത്, സ്റ്റാൻലി ചായനുമായിട്ടുള്ള വിവാഹബന്ധത്തിൽ പ്രവേശിച്ച ശേഷം കുടുംബമായിട്ട് ശുശ്രൂഷയിലായിരിക്കുന്നതും തുടർന്ന് കർത്താവിൻ്റെ ആ കൃപയുടെ കരങ്ങൾ എങ്ങനെയാണ് അമ്മാമ്മയെ മുൻപോട്ട് നയിക്കുന്നത്, ചുരുക്കമായിട്ട് ആ കാര്യങ്ങൾ ഞങ്ങൾക്കൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ അത് ദൈവനാമ മഹത്വത്തിനായും വിശ്വാസികളുടെ ആത്മിക വർധനയ്ക്കും അവർക്ക് കർത്താവിലുള്ള ആശ്രയം അത് വർദ്ധിച്ചു വരുവാനായിട്ട് കാരണമായി തീരും. പ്രാരംഭമായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഏത് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്, ഏത് പ്രായത്തിലാണ് കർത്താവിൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചത്, ആ കാര്യം ആദ്യം ഒന്ന് പങ്കുവെക്കുന്നത്, വിവാഹത്തിന് മുമ്പുള്ള ഒരു സമയം. എൻ്റെ തൃശ്ശൂരാണ് എൻ്റെ വീട്. എൻ്റെ പിതാവ് KR ജോസ്, എൻ്റെ മാതാവ് മേരി. ഞങ്ങൾ 5 പെൺപിള്ളേരാണ്. എനിക്ക് ബ്രദേഴ്സ് ഇല്ല. പിന്നെ ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു ഞങ്ങളുടെ സഭ കൂടി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആത്മീയമായ വലിയൊരു പരിപോഷണം എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ സഭ ഒരു വളരെ സജീവമായ സഭയായിരുന്നു. വലിയ ആത്മീയ ബന്ധവും ഭയങ്കര സുവിശേഷ വേലയിൽ വളരെ ഉത്സാഹമുള്ള സജീവമായ സഭ. ഞാൻ ആ സഭയ്ക്കകത്താണ് വളർന്നിരിക്കുന്നത്. അപ്പോൾ ആത്മീയമായ വലിയൊരു സപ്പോർട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എല്ലാം വലിയ സുവിശേഷ പോരാളിയായിരുന്നു. എൻ്റെ പിതാവും എല്ലാം തന്നെ. പിന്നെ എൻ്റെ മാതാവും പിതാവും ആത്മീയമായി എന്നെ പരിപോഷിപ്പിക്കാൻ അവരെല്ലാവോളം അധ്വാനിച്ചിട്ടുണ്ട്. എനിക്കത് മറക്കാൻ പറ്റില്ല. എൻ്റെ മാതാവ് ഒരു എന്തുമാത്രം വാക്യങ്ങളും എന്തുമാത്രം സങ്കീർത്തനങ്ങളും എന്നെ മനപ്പാഠം പഠിപ്പിച്ചിട്ടുണ്ട്, മെമ്മറൈസ്. അതുപോലെ ആത്മീയ സത്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് അവരുടെ ആത്മീയ പോഷണമാണ് എൻ്റെ ഏറ്റവും വലിയ പോഷണം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പേരൻസ്, എൻ്റെ ഗ്രാൻഡ് പേരൻസ്, എസ്പെഷ്യലി എൻ്റെ മമ്മി സ്കൂള് നമ്മളൊന്ന് പൂട്ടാൻ പരീക്ഷയുടെ വലിയ ഭാരം ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും മമ്മി ഒരു സങ്കീർത്തനം പഠിക്കാൻ പറയും. വെക്കേഷന് പോലും എനിക്കൊരു സ്വൈര്യം തരത്തില്ല. കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകുമ്പോൾ ഈ മമ്മി ഒരു സങ്കീർത്തനം പഠിക്കാനുള്ള അപ്പോയിൻമെൻ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരിക്കും, അസൈൻമെൻറ്റ്, അല്ലെങ്കിൽ ഒരു ലേഖനം പഠിക്കണം. അത് ഞങ്ങളുടെ ചർച്ചിൽ ഈ ടാലൻറ്റ് ടൈം ഉണ്ട്. അപ്പോൾ ഈ ലേഖന മനപ്പാഠം, സങ്കീർത്തന മനപ്പാഠം ഇതൊക്കെ അതിനകത്തുള്ളതാണ്. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ പഠിച്ചിരിക്കും. കാരണം ഞാനിത് പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ പഠിച്ച മെമ്മറൈസ് ചെയ്ത വാക്യങ്ങളൊക്കെ എൻ്റെ വലിയ സമ്പത്തായിട്ട് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. ദാറ്റ് ഈസ് മൈ ഗ്രേറ്റസ്റ്റ് ട്രഷർ. പിന്നെ ഞാൻ കോളേജിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1982 ഞാൻ മാതൃസഭയിൽ നടന്ന യൂത്ത് ക്യാമ്പിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് ആത്മീയമായി വളർന്നത്. ഞങ്ങളുടെ സഭ ആത്മീയമായി വളരെ പോഷണം തരുന്നൊരു സഭയായിരുന്നു. അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറയുക. അത് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന ചർച്ച് ഓഫ് ക്രൈസ്റ്റ് അല്ല, വേറൊരു ഗ്രൂപ്പാണ് അത്. ഓൾമോസ്റ്റ് ബ്രദറൻ ഉപദേശമായിട്ടുള്ള ഉപദേശമാരവിടെ വന്ന് പഠിപ്പിക്കുന്നു ഒക്കെ. അപ്പൊ ഓൾമോസ്റ്റ് ബ്രദറൻ ടീച്ചിങ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ്. അപ്പൊ അത് ഞങ്ങളെ വളരെയധികം ആത്മീയ പോഷണം തന്നിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളിലുള്ള താലന്തുകളെയൊക്കെ കണ്ടുപിടിച്ച് പരമാവധി വളർത്തിക്കൊണ്ടുവരും. അങ്ങനത്തെ ഒരു ചർച്ച്, ടു ദ ടോപ്പ്. അങ്ങനെ ഒരു സഭയായിരുന്നു എൻ്റെ മാതൃസഭ. ഈ ഭാരത സംസ്കാരത്തിൽ
പെമ്മക്കൾ എന്ന് പറയുമ്പോൾ അത് വിശ്വാസികളാണെങ്കിൽ അവിശ്വാസികളാണെങ്കിൽ അവർക്കൊരു ഭാരം. അപ്പോ അമ്മാമ്മയുടെ കുടുംബത്തിൽ 5 പെമ്മക്കൾ എന്ന് പറയുന്ന സമയത്ത് അതും അമ്മാമ്മയാണ് ഏറ്റവും മൂത്തത്. അപ്പോ പേരൻസ് ഒരു ദൈവദാസന്റെ കരത്തിലേക്ക് അമ്മാമ്മയെ ഏൽപ്പിക്കുവാനായിട്ടുള്ള ആ സന്ദർഭം, അല്ലെങ്കിൽ സ്റ്റാൻലി ചായന് ആ ഒരു വിവാഹാലോചനയായിട്ട് വരുന്നതും ആ കാര്യങ്ങളെ കുറിച്ച് അല്പം ഒന്ന് പങ്കുവെക്കാമോ? പറയാം, തീർച്ചയായിട്ടും. ബിക്കോസ് ഈ 5 പെമ്പിള്ളേരെന്ന് പറയുന്നത് തന്നെ ഒരു ഭാരം, ബേർഡൻ ആണ്. ശരിക്കും എൻ്റെ പേരൻസ് ലോകത്തിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും ജോസിന് 5 പെമ്പിള്ളേർ, എല്ലാവരും ഭയങ്കര സിമ്പതിയില്ല പറയുക, ഭയങ്കര ബേർഡൻ ആയിരുന്നു. പക്ഷേ ഞങ്ങളത് എൻജോയ് ചെയ്തിരുന്നു അന്നും ഇന്നും ഒക്കെ. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. എൻ്റെ ഫാദർ ആണെങ്കിൽ ഞങ്ങളോടൊപ്പം അങ്ങ് ലയിച്ച് ചേരും. ഞങ്ങളുടെ എല്ലാ ഈ പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാൽ കുറേ വർത്താനം പറയുമല്ലോ, പപ്പായും അതിനകത്ത് ഇൻവോൾവ് ചെയ്യും. ഞങ്ങളുടെ നാട്ടു വർത്താനവും വീട്ടു വർത്താനവും എല്ലാം കേൾക്കാൻ. ഹി വാസ് സോ ക്ലോസ് വിത്ത് അസ്. ഹി വാസ് ആൻ എക്സംപ്ലറി ഫാദർ. എനിക്കത് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ പപ്പയെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ, മമ്മിയും അതെ. മാത്രമല്ല കല്യാണാലോചന, യെസ്, ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് എൻ്റെ സഭ കഴിഞ്ഞാൽ, സഭയിൽ ഞങ്ങൾ ആക്റ്റീവാണ്. ബട്ട് അതോടൊപ്പം തന്നെ യുടെ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിനകത്തും ഞാൻ കണക്റ്റഡായി. അതെൻ്റെ ആത്മീയ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചു. ഇറ്റ്സ് എ ഗ്രേറ്റ് ട്രെമൻഡസ് പവർ. എൻ്റെ ശിഷ്യത്വം ഡിസൈപ്ലിങ് ആണ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഗോസ് ടു EU. എനിക്ക് EUയിൽ പോയത് ഒരു വലിയ വിപ്ലവകരമായ മാറ്റം എന്നിലുണ്ടാക്കി. എന്താണെന്നറിയോ? ആ ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ ട്രൂ കളർ ഞാൻ അവിടെ പോയപ്പോൾ കണ്ടു. വാട്ട് ഈസ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്, സിമ്പിൾ ലൈഫ് സ്റ്റൈല്, എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനത് പറയുന്നില്ല. എനിവേ, സുവിശേഷ വേലയെക്കുറിച്ചുള്ള വലിയ ഭാരം EUയിൽ കൂടിയാണ് എനിക്ക് ആ കാഴ്ചപ്പാട് കിട്ടിയത്. എൻ്റെ പാരമ്പര്യത്തിൽ അതുള്ളതാണ്. ബട്ട് ദ റിയൽ സ്പിരിറ്റ് ഐ ഗോട്ട് ഫ്രം EU. പിന്നെ ക്രിസ്ത്യൻ ലൈഫിൻ്റെ പ്രായോഗിക പാഠങ്ങൾ, പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, അത് ഞാൻ EUയിലാണ് കണ്ടത്. അങ്ങനെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിക്കുന്ന കോളേജിൽ സ്മോൾ EU ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കൂടെ ഞാൻ സുവിശേഷം പറയുമായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ ഞാൻ അവിടെ സ്മോൾ ഗ്രൂപ്പിൽ സുവിശേഷം പറയും. അതിന് EUവിൻ്റെ പ്രവർത്തകർ തന്നെ അതിനു വേണ്ടി ട്രെയിനിങ് ഒക്കെ തരുമായിരുന്നു. പിന്നെ വചനത്തിലുള്ള ട്രെയിനിങ് ഒക്കെ എനിക്ക് തരുമായിരുന്നു. ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്നെ അവർ എങ്ങനെയോ ഒരു മാതൃക പോലെ അവർ കാണിക്കുക. അവർ ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യത്തിന് ആരെങ്കിലും കുസൃതി കാണിച്ചാൽ ടീച്ചേഴ്സ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. അപ്പോൾ പിള്ളേരെല്ലാവരും പറയും, ഫാനോട് ചോദിച്ചാൽ മതി, ഫാന് കൃത്യമായിട്ടുള്ള സത്യം പറയും, ഫാനോട് ചോദിച്ചാൽ വിവരം അറിയാം. അങ്ങനെ എന്തോ പിള്ളേർക്ക് എന്നെ കുറിച്ച് അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലും മറ്റേ ഇളയ സഹോദരിമാരുടെ മുൻപിൽ അങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു സാക്ഷ്യം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെന്നെയാണ് മോഡലായിട്ട് കാണുന്നത്, എൻ്റെ സിസ്റ്റേഴ്സ്. ഞാൻ അവർക്ക് എപ്പോഴും ഇങ്ങനെ ഈ ബഡ്ജറ്റിൽ നിന്നുള്ള ഇൻപുട്ട് കൊടുക്കും. സോ അവര് ദേ ലുക്ക് അപ് ടു മീ ആസ് ദെയർ മോഡൽ. സ്റ്റാൻലി ചാനുമായിട്ടുള്ള വിവാഹാലോചന ഞാൻ പറയാം. ഞാനിവരില് 5 പെൺപിള്ളേരിൽ ഞാനല്ല മൂത്തത്. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞു പോണം. അത് വലിയൊരു ബേർഡൻ ആയിരുന്നു. അനേക കല്യാണങ്ങളിൽ എനിക്ക് വരുമായിരുന്നു. ഞാന് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും, എനിക്ക് തക്ക സ്യൂട്ടബിൾ പാർട്ട്ണർ, അത് ദൈവപ്രകാരമുള്ളത് വരണം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ, എനിക്കൊരു പ്രൈവറ്റ് എൻ്റെ ഒരു പ്രയർ റൂമുണ്ട്. അവിടെ ഇരുന്ന് ഒരുപാട് സമയം എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യും. ഐ വാസ് സോ ക്ലോസ് ടു ഹിം. ആൻഡ് കുറേ പാട്ട് പാടി, കുറേ വചനം വായിക്കും, അവിടെ തന്നെ ഇരുന്ന് ആത്മീയശക്തി പ്രാപിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ ഫസ്റ്റ് പ്രാർത്ഥിക്കും. കല്യാണ കാര്യങ്ങൾ വന്ന് കല്യാണം ഇത് തീരുമാനത്തിലാവണമെന്നൊക്കെ കാണുമ്പോൾ
ഞാൻ ഫാസ്റ്റ് ചെയ്യും. ഉം, ഉം. എനിവേ ഒരു ദിവസം ഞാൻ എൻ്റെ പ്രെയർ റൂമിലിരുന്ന് ഞാൻ ആ ഒരു ബുക്ക് വായിക്കുമായിരുന്നു. ആ ബുക്കിനകത്ത് ഒരു ചാപ്റ്റർ മിഷനറി കോൾ എന്നുള്ളൊരു ചാപ്റ്റർ. ആ ചാപ്റ്ററിനകത്ത് അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്, ഈ പുസ്തകം വായിക്കുന്ന ആരെങ്കിലും ഒരു സുവിശേഷകനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, സ്ത്രീകൾ ആണ് വായിക്കുന്നതെങ്കിൽ ഞങ്ങളെ അത് അറിയിക്കണം, ഞങ്ങളതിന് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കാം. അങ്ങനെ ആ ബുക്ക് അവസാനിക്കുന്നു. സോറി, ആ ചാപ്റ്റർ. ഞാൻ കുറേ നേരം ആ വാചകം വെച്ച് ഞാൻ കൈവച്ചിങ്ങനെ പ്രാർത്ഥിച്ചു, വളരെ സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചു. ദൈവമേ, തിരുഹിതം എന്നെ അങ്ങനെയാണ്, സുവിശേഷ വേലയാണെങ്കിൽ ഞാൻ അതിന് സമർപ്പിക്കുന്നു. യു ക്യാരി ഓൺ ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ സമർപ്പിച്ച് കുറച്ച് നേരം ഇരുന്നു. അത് ബ്ലെസ്സിങ് യൂത്ത് മിഷൻ്റെ മിഷനറിയായ ഡോക്ടർ ലിലിയൻ സ്റ്റാൻലി, പുള്ളിക്കാരിയുടെ ആർട്ടിക്കിൾസ് എൻ്റെ വളർച്ചയിൽ വളരെ ആഴമായി സ്വാധീനിച്ചിട്ടുണ്ട്. മൈ ക്രിസ്ത്യൻ ഗ്രോത്ത്, ഷീ ഹാസ് കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട്. ഇപ്പോഴും ഞാൻ വായിക്കും പുള്ളിക്കാരുടെ ബുക്സ്. അപ്പോൾ ഞാൻ ആ ബുക്ക് വായിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് കുറേ നേരം അങ്ങനെ ഇരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ അവിടുന്ന് പോന്നു. പിറ്റേ ദിവസം എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ പേരൻസ് അവിടെ ഇല്ല, ഞാനുണ്ട്. അപ്പോൾ ഒരു യുവിലുള്ള ഒരു സഹോദരൻ, പുള്ളി ഒരു പ്രൊഫസറാണ്. പുള്ളിക്കാരൻ ജോസേട്ടനുണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ പപ്പയെ അന്വേഷിച്ചിട്ട് വന്നു. അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫാനി ഒന്ന് ഇരിക്കാമോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, ഫാനിക്ക് ഇങ്ങനെ ഒരു സുവിശേഷകനെ കല്യാണം കഴിക്കാൻ എങ്ങനെ അത് താല്പര്യമായിരിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവഹിതം അങ്ങനെയാണെങ്കിൽ ഐ എം ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അത്രയും അദ്ദേഹം കേട്ടു. പിന്നെ അദ്ദേഹം എൻ്റെ ഒരുമിച്ച് ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം പോയി. പേരൻസ് വീട്ടിലില്ലല്ലോ. പിന്നീട് അദ്ദേഹം പപ്പയുമായിട്ട് സംസാരിച്ചു. പിന്നെ പപ്പ എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ദൈവഷ്ടം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഐ എം ഓക്കെ എന്ന് പറഞ്ഞു. എനിവേ ആ കല്യാണം ആലോചന അത് മുമ്പോട്ട് പോയി. ഇദ്ദേഹം ഒരു നേപ്പാളിലെ മിഷണറി ആയിരിക്കുന്ന ഒരു CV അബ്രഹാമാണ് ഈ അച്ചായനോട് ഈ കല്യാണക്കാര്യം പറഞ്ഞത്. അത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പിന്നെ അത് ഏറ്റെടുത്തു, ഫോളോ അപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ എനിക്കറിയില്ല ഈ അച്ചായനൊന്നും. ഇങ്ങനെ യുവിൻ്റെ സ്റ്റാഫാണ് എന്ന് പറഞ്ഞാണ് പപ്പയോട് പറയുന്നത്, സ്റ്റാൻലി എന്നൊക്കെ പേര് പറഞ്ഞു. അപ്പോഴ് എൻ്റെ പേരൻസിന് അങ്ങനെ ഫുൾ ടൈം മിനിസ്ട്രി എന്നുള്ള ആ ഒരു രീതിയിൽ അവർ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഞാനും അതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത്. എനിവേ എൻ്റെ പേരൻസ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവർ കോണ്ടാക്ട് ചെയ്ത് എനിവേ അച്ഛനെയും കൊണ്ട് ആ പ്രൊഫസർ വന്ന് ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. ഒരു കഷ്ടിച്ച് 1 മണിക്കൂർ സംസാരിച്ച് കാണും. അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ അത് ദൈവഹിതമാണ് പ്രൊസീഡ് ചെയ്യാന്നുള്ള രീതിയിൽ മുന്നോട്ടായി. പിന്നെ കുറേ നാളത് ഉരുണ്ട് ഇങ്ങനെ പോയി. കുറേ നാള് പ്രാർത്ഥനയിലായിരുന്നു. വാസ്തവം പറഞ്ഞ പ്രാർത്ഥിച്ച് ദൈവം അത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഹൃദയത്തിലൊക്കെ വെളിച്ചം തന്ന് അത് മുന്നോട്ട് പോയി. പിന്നെ God made it happen. Yeah, absolutely. Yeah. It was God's will for me, and it made it happen. പിന്നെ നമ്മുടെ എനിക്ക് മരിച്ചു പോയ തിരുവട്ടാർ കൃഷ്ണകുട്ടങ്ങൾ ഓർമ്മ വരിക. അങ്കിള് എൻ്റെ പപ്പയെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ, ഫാനി ഇങ്ങനെ വേലയിലൊക്കെ വളരെ സമർപ്പണമുള്ള മോളാണല്ലോ,
ഈ കല്യാണ കാര്യം ഒന്ന് പ്രൊസീഡ് ചെയ്തൂടെ, അങ്കിൾ എങ്ങനെയോ ഇത് അറിഞ്ഞു. അങ്കിള് പറഞ്ഞു അത് മുൻപോട്ട് കൊണ്ടുപോകണല്ലോ എന്ന് പറഞ്ഞു. അങ്കിളിന്റെ പപ്പയ്ക്ക് ഭയങ്കര ജീവനാ. അപ്പോ അങ്കിൾ അത് പറഞ്ഞു. എനിവേ അതൊക്കെ ദൈവത്തിന്റെ കാൽക്കുലേഷനിൽ പെട്ടതാ. അത് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോയി. പിന്നെ ദൈവം അത് സാധ്യമാക്കി. 92 വി ഗോട്ട് മാരീഡ്. പ്രൈസ് ഗോഡ്. അപ്പോഴേ രണ്ട് കുഞ്ഞുങ്ങളെ കല്യാണം കഴിഞ്ഞ് ഞാൻ വേലയിലാവുന്നത്, കർത്താവിന്റെ വേലയിലാവുന്നത്, ഇയുന്റെ സ്റ്റാഫായിട്ട് ഞാൻ പ്രവർത്തിക്കുക. എനിക്ക് ആ പ്രവർത്തനം എന്നെ ഞാൻ പ്രവർത്തിക്കുന്നതൊക്കെ എൻ്റെ വ്യക്തിത്വത്തിന് മോൾഡ് ചെയ്യുകയായിരുന്നു. കർത്താവിൻ്റെ രൂപത്തോട് അനുരൂപമാക്കി എടുക്കുകയായിരുന്നു. ഒരു ട്രെമൻഡസ് ഷിഫ്റ്റാണ് എൻ്റെ സ്പിരിച്വൽ ലെവലിൽ എനിക്കുണ്ടാവുന്നത്. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ആൻഡ് കുറച്ചൊക്കെ എനിക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് എൻ്റെ കർത്താവിന് വേണ്ടി ചെറിയ തോതിൽ പ്രവർത്തിക്കുക. ചില സ്റ്റുഡൻസിനെ കർത്താവിലേക്ക് നയിക്കാനും ചിലരെ കർത്താവിൽ വളർത്താനും കർത്താവ് എന്നെ ഉപയോഗിച്ചു കുറച്ച്. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ God used me in that level. I'm happy about that. ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. സ്തോത്രം. താങ്ക് ഗോഡ്. അതുപോലെ ഇപ്പോഴും ഞങ്ങൾ ഇപ്പം ഫുൾ ടൈം സ്റ്റാഫ് അല്ല, പക്ഷെ ഇപ്പോഴും വി ആർ ഇൻവോൾവ് ഇൻ ദാറ്റ് മിനിസ്ട്രി. ദൈവത്തിന് സ്തോത്രം. 33 വർഷത്തെ ഈ ജീവിതം തൃശ്ശൂർക്കാരി പത്തനംതിട്ടക്കാരി ആയപ്പോൾ വന്ന പ്രയാസങ്ങളാണോ ബുദ്ധിമുട്ടോ അതോ സന്തോഷം തന്നെ ആയിരുന്നോ? തൃശ്ശൂരിൽ ജനിച്ചു വളർന്ന ഒരാള് പത്തനംതിട്ടക്കാരനുമായിട്ട് ബന്ധത്തിൽ വന്നപ്പോൾ ഭയങ്കര റെലവന്റ് ക്വസ്റ്റ്യൻ. യു ആർ ആസ്കിംഗ് ക്വസ്റ്റ്യൻ ടു ദ പോയിന്റ്. അതിന്റെ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു, വളരെ അധികമുണ്ട്. അതുണ്ടായിരുന്നു. എനിക്ക് ആ ട്രാൻസിഷൻ ഇറ്റ് വാസ് നോട്ട് വെരി സ്മൂത്ത് ട്രാൻസിഷൻ. എനിവേ ഇറ്റ് ഈസ് ദർ. പിന്നെ മക്കള് അല്ല, ഈ മിനിസ്റ്റർ ആയിട്ട് ഞാൻ പല സ്ഥലങ്ങളിലായിരുന്നു. കണ്ണൂര് കുറെ നാളെ പ്രവർത്തിച്ചു, നോർത്ത് കേരള. പിന്നെ അച്ചായൻ സ്റ്റേറ്റ് ലീഡർഷിപ്പിലേക്ക് വന്നു. അപ്പോൾ ഹി വാസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫീസ്, ഇയുന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എറണാകുളം എടപ്പള്ളി അവിടെയായിരുന്നു. അപ്പൊ അവിടെ താമസിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ താമസം ഒരു ക്യാമ്പ് സൈറ്റും കൂടിയാണത്. പിന്നെ ഒരു ഓപ്പൺ ഹോം കൺസെപ്റ്റ് ഇയുവിലുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ കഥക എപ്പോഴും തുറന്നു കിടക്കുക, എപ്പോഴും ആർക്കും വരാം എന്നുള്ള രീതി. അത് ശരിക്കും വളരെ ചലഞ്ചിങ് ആയിരുന്നു. അന്ന് ഞാന് എൻ്റെ 2 പൊടിക്കുഞ്ഞുങ്ങളെ എനിക്ക് 94 കർത്താവ് ഞങ്ങൾക്ക് ഒരു മോള് തന്നു, ഷാരൻ. 96 കാരനെ ദൈവം തന്നു. അപ്പൊ ഇവർ 2 പേരും തമ്മിലൊരു ചെറിയ ഗ്യാപ്പ് ഉള്ളത്. ഞാൻ ഇളയ മോളെ പ്രസവിച്ച് എഴുന്നേറ്റിട്ട് ഈ ഓഫീസിലേക്ക് വരുന്നേ, ആ ബേബിയായിട്ട്, ഇൻഫന്റ് ബേബിയായിട്ട്. അങ്ങനെ വന്ന് ഈ വലിയ ഓപ്പൺ ഹോമിലേക്ക് ഞാൻ വരുന്നത്. സോ ഇറ്റ് വാസ് റിയലി ചാലഞ്ചിങ്, ബട്ട് അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഞാൻ അവിടെ താമസിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആൾക്കാരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും അവരോട് വചനം പറയാനും എല്ലാം ഇഷ്ടമായിരുന്നു. ഈ പിള്ളേർ ഇങ്ങനെ കരച്ചിലും എല്ലാം, കൊച്ചു പിള്ളേരല്ലേ, അവർക്ക് എന്നെ വേണം, ദേ വാണ്ട് ദെയർ മദർ. അപ്പൊ അവരിങ്ങനെ എന്നെ ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കാണെങ്കിൽ പിള്ളേരെ വളർത്തുമെന്ന് അത്ര അറിയില്ല. ഐ എം വെരി പുവർ ഇൻ ദാറ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര ട്രബിളായിരുന്നു അത്. പിന്നെ വരുന്നവരെ സൽക്കരിക്കാനും സ്വീകരിക്കാനും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ആ മദർഹുഡിൻ്റെ ആ ഇൻഫൻസി ടൈമിലായതുകൊണ്ട് ഭയങ്കര ചാലഞ്ചായിരുന്നു അത്. പിന്നെ ഇയുവിൻ്റെ സ്റ്റാഫ് ടീമിനെ മുഴുവൻ ഞങ്ങൾ ഒരു പാരൻസ് എന്നുള്ള രീതിയിൽ അവരെ കേറ്റർ ചെയ്യണം, എല്ലാ രീതിയിലും. അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരുടെയും ഒരു മദർഹുഡ് പോലെ ഞാൻ സെർവ് ചെയ്യണം. മാത്രമല്ല ഈ ക്യാമ്പ് സൈറ്റും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതെന്റെ സന്തോഷത്തിലാണ് ഞാൻ ചെയ്തത് കേട്ടോ. എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടല്ല. അന്ന് എനിക്ക് ദൈവം നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്. ഹോൾ ക്യാമ്പസ് ഞാൻ
തൂത്ത് തുടക്കും, ടോയ്ലറ്റ്സ് കഴുകും, പിന്നെ അപ്പൊ അതിന്റെ പരിസരം എല്ലാം തൂത്ത് വൃത്തിയാക്കും. അതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് വേറെ ആരും ചെയ്യുന്നില്ല എന്നുള്ള വിഷമമൊന്നുമില്ല, ഇൻട്രസ്റ്റോടുകൂടി ഞാൻ ചെയ്യുന്നത്. എനിക്ക് ജനറലി ഇങ്ങനെ ഈ ഹോം മേക്കിങ്, മെയിൻ്റനൻസ്, ക്ലീനിങ്, കുക്കിങ് ഇൻട്രസ്റ്റ് ഉള്ള ആളാ. അപ്പൊ അതൊക്കെ ഞാൻ സന്തോഷത്തോടെ ചെയ്തു. ചില സമയത്തെങ്കിലും ഈ ക്യാമ്പുകൾക്ക് കുക്കിനെ കിട്ടാതെ വരും. അപ്പൊ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് കുക്കിംഗ് ചെയ്യും. സംബഡി വിൽ ബി ദേർ ടു ഹെൽപ്പ് മീ. പക്ഷെ ഞാൻ എന്നാലും ഈ വലിയ ചരുവങ്ങളും പാത്രങ്ങളും എല്ലാം അന്നൊക്കെ കഴുകുമായിരുന്നു. എനിക്ക് ദൈവം തന്ന ആരോഗ്യം വെച്ച്. അന്ന് ഈ അങ്ങല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് ഈ EU ഇവാഞ്ചലിക്കൽ യൂണിയൻ അല്ലെങ്കിൽ UESI ഇത് ആരംഭിച്ച പ്രൊഫസർ ഈനക്, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് മക്കളില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ എപ്പോഴും ചെറുപ്പക്കാരായിട്ടുള്ള അപ്പോൾ അമ്മാമ്മയെ സംബന്ധിച്ച് ഷാരനും കാരനും മാത്രമല്ല, ലോകത്തിലെ എത്രയോ സ്ഥലങ്ങളിൽ മക്കളുണ്ട്. അമ്മാമ്മ കെയർ ചെയ്ത മക്കളുണ്ട്. നിത്യതയിൽ അത് ആ മക്കളെല്ലാം അടുത്ത് വന്നിട്ട് പറയും. അതെ അതെ. അപ്പൊ അതിന്റെ സന്തോഷം എന്ന് പറയാൻ നമുക്കൊന്നും വിളിച്ചു പറയാൻ കഴിയാത്ത വിധത്തിലുള്ള സന്തോഷമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മാമ്മ ഈ ഒരു ശോധന, അതും പ്രത്യേകിച്ച് ഒരു മകളുടെ കല്യാണം കഴിഞ്ഞു, അടുത്ത മകൾ ഒരു മാരേജബിൾ ഏജിലേക്ക് വരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഈ കോവിഡിന്റെ കാലത്ത് 2020 ഈ ഒരു ശോധനയുടെ നിമിഷം കടന്നുകൂടുന്നത്. അപ്പൊ ആ കാര്യം കൂടി ഒന്ന് പറയാം. ആദ്യ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും പറയണം. ഈ 20 കോവിഡിന്റെ ലോക്ക്ഡൌൺ തുടങ്ങുന്ന ഫസ്റ്റ് ദിവസം എൻ്റെ അങ്കിളും മമ്മിയുടെ ബ്രദറും മരിച്ചിട്ട് ഞങ്ങൾ പോയി ആ ബോഡിയുടെ മുമ്പിൽ ഇങ്ങനെ ജസ്റ്റ് വന്ന് നിന്നു. പെട്ടെന്ന് എന്തോ സംഭവിച്ചു. എന്താന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എനിക്ക് എൻ്റെ ബോധമൊന്നും പോയിട്ടില്ല. സംതിങ് ഹാപ്പൻഡ്. എനിവേ ഈ ഭാഗം കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയി. പക്ഷെ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, ഒരു ഉറക്കം കിട്ടിയാൽ മതി, ശരിയായിക്കോളും. അത് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടൊന്നല്ല, ദൈവം കരുതി. അവിടെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു, ഒരു ആൻറ്റി പറഞ്ഞു, അങ്ങനെയൊക്കെ അടുത്തല്ലേ, അവരെല്ലാവരും എനിക്ക് വെള്ളം തന്നപ്പോൾ ഞാൻ കുടിക്കുന്നില്ല, അത് സ്പില്ല് ചെയ്യാൻ ഞാൻ. അപ്പൊ ആ ആൻറ്റി പറഞ്ഞു, ഇത് സ്ട്രോക്കാണ്, നമ്മളെ ഹോസ്പിറ്റലിൽ എത്ര വേഗം കൊണ്ടുപോകണം, കരുത്തരുത്. കിടന്നാൽ ഞാൻ ഉറങ്ങും, ആരും എന്നെ നോക്കി. മീൻസ് അതൊരു നോർമൽ പ്രോസസ് ആയിട്ട് പോകും. പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ കാരണമായിരിക്കാം കരുത്തില്ല, എന്നെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് സ്ട്രോക്കാന്ന് തിരിച്ചറിഞ്ഞു, വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്തു. പക്ഷെ ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടാതെ എന്റെ കർത്താവ് എനിക്ക് ഹീലിംഗ് തന്നായിരുന്നു. എൻ്റെ ഞരമ്പ് പൊട്ടി ബ്ലീഡിങ്, ഇന്റേണൽ ബ്ലീഡിങ് ആയിരുന്നു. പക്ഷെ ദൈവം കൈവച്ച് എൻ്റെ ആ ബ്ലീഡിങ് നിർത്തി തന്നു. ഇറ്റ് വാസ് എ മിറക്കിൾ. മൈ ഗോഡ് ഈസ് ഗ്രേറ്റ്, സോ വിക്ടോറിയസ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ICUവിൽ കിടപ്പിലായിരുന്നു കുറേ ദിവസം. ഒരാളും വിസിറ്റ് ചെയ്യാൻ പാടില്ല ബിക്കോസ് ഓഫ് ദി സിറ്റുവേഷൻ. അപ്പം ഒരു വിധത്തിലുള്ള ആത്മീയ പോഷണം എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ അവിടെ കിടന്നുകൊണ്ട് എൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ച സങ്കീർത്തനങ്ങള്, ലേഖനങ്ങള് മെമ്മറൈസ് ചെയ്തിരിക്കുക, അതെല്ലാം എൻ്റെ തലച്ചോറിൽ ഇരിക്കുക. അതെല്ലാം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. വർക്കൗട്ട് ചെയ്ത് എന്നെ പിടിച്ചു നിർത്തി ആ കിടക്കയിൽ, ആ കിടക്കയിൽ ജീവനോടെ ഞാനായത്. ബിക്കോസ് ഓഫ് ദ ട്രഷർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇറ്റ് വാസ് ഇൻ മൈ ഹെഡ്, ഇറ്റ് വാസ് ഇൻ മൈ മെമ്മറി. അപ്പൊ എനിക്ക് എൻ്റെ മമ്മി എന്നെ വാക്യം പഠിപ്പിച്ച് എൻ്റെ എല്ലാം മനസ്സിലായി. എൻ്റെ മമ്മിയോട് ഐ വാസ് ഗ്രേറ്റ്ഫുൾ ഇൻ മൈ മൈൻഡ്. അന്ന് എനിക്ക് ദേഷ്യമായിരുന്നു മമ്മി ഇങ്ങനെ പറയുമ്പോഴൊക്കെ. ഒരു വെക്കേഷൻ കിട്ടുമ്പോ ഈ മമ്മി എന്നിങ്ങനെ ഒരു സ്വയം തരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അതിന്റെ വില മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ഐ വാസ് ടോട്ടലി, മൈ മൈൻഡ് വാസ് ടോട്ടലി ഡെഡ്. എനിക്ക് നിരാശ എന്നെ കീഴടക്കി. എനിക്ക് ജീവിതമില്ല, ലൈഫുണ്ട് പക്ഷെ ജീവിതമില്ല. കട്ട് ഡാർക്ക്നെസ് ആണ്.
അങ്ങനെ ചത്തു കിടക്കുന്ന മനസ്സായിരുന്നു എൻ്റെ. പക്ഷേ ഞാൻ ഭവനത്തിലേക്ക് വന്നപ്പോൾ തിരുവചനം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ വചനം വളരെ ശക്തമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് ജീവൻ വീണു. എനിക്ക് ജീവൻ വീണു. അപ്പോഴാണ് ലൈഫ് വചനം അയച്ച് കർത്താവിനെ വിടുവിച്ചു. അപ്പോഴെനിക്ക് ജീവൻ കിട്ടിയത്. അന്ന് തൊട്ട് ഈ നിമിഷം വരെയും ഈ വചനമാണ്, വചനത്തിൻ്റെ ശക്തി ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ടേസ്റ്റ് ചെയ്തു. വചനം കൊണ്ടാണ് ഞാൻ ജീവിക്കണേ. ഓരോ ശ്വാസത്തിലും എന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഈ വചനമാണ്. എനിക്ക് ഇനിയും ഓടണം, അധ്വാനിക്കണം. ഞാനങ്ങനെ റിട്ടയർ ആയിട്ടില്ല. നോ ആയിട്ടില്ല. ഐ ഹാവ് ടു മൂവ് ഫോർവേഡ്. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. ആ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ശക്തി തന്നു. ആ ഉപദേശം എഴുതിയ പാട്ട്. അതുപോലെ എന്തുമാത്രം പാട്ടുകളാണെന്നറിയും എനിക്ക് ബലം തന്നത്. എന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഭവനത്തിലേക്ക് വരുമായിരുന്നു. അപ്പം ഭയങ്കര അതിവേദന, സഹിക്കാൻ പറ്റാത്ത വേദന ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴേ. ഈ ചത്ത് കിടക്കുന്ന സെല്ലുകള് ജീവൻ തരും അവര്. അതങ്ങ് എനിക്കെന്റെ വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല എൻ്റെ വേദന എങ്ങനെയാന്ന്. മാത്രമല്ല, എൻ്റെ ഈ വീക്ക്നെസ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഈ തെറാപ്പിസ്റ്റ് പറയുന്ന എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാതെ ആവുമ്പോൾ പുള്ളിക്കാരൻ ഷൗട്ട് ചെയ്യും, ഭയങ്കര ദേഷ്യപ്പെടും. അപ്പൊ എനിക്ക് മെന്റൽ സ്ട്രെയിനും പെയിനും ബോഡി പെയിനും രണ്ടും കൂടെ. അങ്ങനെ ഇപ്പം ഞാൻ ചിലപ്പോൾ ചൊച്ചിട്ട് കരയും, വേദന സഹിക്കാൻ പറ്റാണ്ടാവും. എങ്കിലും ഞാൻ അവിടെ കിടന്നുകൊണ്ട് പാട്ടുകൾ പാടും. എൻ്റെ മനസ്സിൽ നിന്നിതനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി, ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ആ പാട്ട് ഞാൻ പാടിയിട്ട് ഞാൻ കർത്താവിനോട് പറയും, മനസ്സിൽ കിടന്ന് ഞാൻ പറയും, കർത്താവേ, എനിക്ക് ഈ തെറാപ്പിസ്റ്റിന്റെ മുമ്പില് അദ്ദേഹം ഒരു വിജാതീനാണ്. അദ്ദേഹം എൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവിന് എനിക്ക് മഹത്വം കൊടുക്കണം, എൻ്റെ കർത്താവിന് വിജയം കൊടുക്കണം. അദ്ദേഹം മനസ്സിലാക്കണം, മൈ ഗോഡ് ഈസ് എ വിക്ടോറിയസ് ഗോഡ്. അങ്ങനെ ഞാൻ മനസ്സിൽ പറഞ്ഞിട്ട് ഞാൻ ആ പാട്ടും പാടി ഇങ്ങനെ കിടക്കും. അങ്ങനെ ചെയ്ത് ദൈവമേ, എന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമെങ്കിൽ 4 പുരുഷന്മാരെ അവരുടെ ഫുൾ ശക്തി ഉപയോഗിച്ച് എഴുന്നേൽപ്പിക്കണം. അവരുടെയൊക്കെ നടു പോവും. അതുപോലെ എന്നെ എഴുന്നേൽപ്പിക്കണത്. പിന്നെ വീൽ ചെയറിൽ പിടിച്ചിരുത്തി ഒരു പരുവത്തില് വീടിൻ്റെ അകത്ത് കൂടെ ഒക്കെ വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീൽ ചെയറിൽ അച്ചായനെ മുറ്റത്തോട്ട് ഇറക്കും, വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടു നടക്കും. അപ്പോൾ അയൽവാസികളെല്ലാം കാണും ആ അച്ചായനെ എന്നെ കൊണ്ട് നടക്കുന്നത്. അതിൽ ചില സ്ത്രീകൾ എന്നോട് റെസ്പോണ്ട് ചെയ്തു, എന്തൊരു കരുതുന്ന ഒരു ഭർത്താവ് ഫാനിക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കണ്ടല്ലോ എന്ന് അവര് പറയുമായിരുന്നു. അപ്പൊ ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. ദൈവമേ, ക്രിസ്തീയ കുടുംബത്തിന്റെ ഭംഗി എൻ്റെ അയൽവാസികൾ കാണുന്നുണ്ടല്ലോ. കർത്താവെ, നിനക്ക് നന്ദി ദൈവമേ, കർത്താവിന്റെ സ്തോത്രം, ഇങ്ങനെ ഒരു ഭർത്താവിനെ എനിക്ക് തന്നത്. ഞാൻ കുറെ നാളെ പ്രാർത്ഥിച്ച്, വർഷങ്ങളുടെ പ്രാർത്ഥനയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ ദൈവം തന്നത്. വാട്ട് എ ഗ്രേറ്റ് ഗോഡ്. ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ്. ക്രിസ്തീയ ഫാമിലിയുടെ ബ്യൂട്ടിയും ആൾക്കാരെ അറിയട്ടെ. ആൾക്കാരെ അറിഞ്ഞു, എന്നോട് റെസ്പോണ്ട് ചെയ്തു. പ്രൈസ് ഗോഡ്. മാത്രമല്ല, ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് എപ്പോഴും പറയും സ്റ്റാൻലി ചൈൻ എന്ന് പറഞ്ഞു, ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ കൂടെ ഈ ഇച്ചിരിയൊക്കെ പിച്ച വെച്ച് 2 അടിയൊക്കെ വീൽ ചെയറിൽ നിന്ന് മാറി നടക്കാൻ തുടങ്ങി. അപ്പോഴ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പോയി ചെയ്യാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ പേഷ്യൻസ് ഉണ്ട്. ആ പേഷ്യൻസിനോടൊക്കെ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് പറയും, ഇത് കണ്ടോ, ഈ ചേച്ചി നടക്കുന്ന കണ്ടോ, ആ ദൈവത്തിലുള്ള വിശ്വാസം കാരണം കേട്ടോ, ചേച്ചി ഇവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ എന്ന് പറയും. ചേച്ചി എങ്ങനെ ഇതിനൊക്കെ നേരിട്ടു എന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് ദൈവത്തിന്റെ കാര്യം തന്നെ പറയണത്. വചനത്തിൽ കൂടിയാണ് ഞാൻ ഇതിനെ നേരിടുന്നത്.
എന്ന് ഞാൻ അവരോടെല്ലാം പറഞ്ഞു. ഫിസിയോതെറാപ്പിസ്റ്റുമാരോട് ഇന്നും പറയും, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും കർത്താവിനോട് കുറിച്ച്. അത് വളരെ വാസ്തവം പറഞ്ഞാല് അതെല്ലാം ഒരു ദൈവിക പദ്ധതിയാണ്. അമ്മാമ നേരത്തെ പറഞ്ഞ റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിലെ വാഗ്ദത്തം, അത് വാസ്തവം പറഞ്ഞ ഇറ്റ് ഈസ് എ ഡെഫിനിറ്റ് പ്രോമിസ്, ഇറ്റ് ഈസ് എ ഡിവൈൻ പ്രോമിസ്, ഇറ്റ് ഈസ് എ ഡിസൈസീവ് പ്രോമിസ്, ഇറ്റ് ഈസ് എ ഡൈനമിക് പ്രോമിസ്, ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് പ്രോമിസ്. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറയുന്നത് നിർണയപ്രകാരം വിളിച്ചവർക്ക് തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് അമ്മാമ്മയെ കുറിച്ചൊരു പ്രത്യേക പദ്ധതിയുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്രയോ പേരുകൾ ഉണ്ടെങ്കിലും മൂത്ത മകൾക്ക് പേര് കൊടുത്തത് ഫാനി എന്നാണ്. ഫാനി ക്രോസ്ബി എന്ന് പറഞ്ഞതുപോലെ ഫാനി ക്രോസ്ബിയെ കുറിച്ച് ഞാൻ വായിച്ചിരിക്കുന്നത് ജന്മന അന്ധയല്ലായിരുന്നു, എന്നാൽ ഒരു റോങ് മെഡിക്കേഷൻ കാരണം കാഴ്ച നഷ്ടപ്പെട്ടു. എന്നാൽ അവരുടെ ഓരോ ഗാനങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഗാനത്തിൽ പറഞ്ഞിരിക്കുന്നത് വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ് ആൻഡ് ലുക്കിംഗ് അബവ്. അപ്പൊ അവര് ആ ഉൾക്കാഴ്ച അവർക്കുണ്ടായിരുന്നു. അവർക്ക് ഫിസിക്കലി അവർക്ക് കാഴ്ച ഇല്ലെങ്കിലും അവർക്ക് ആ ഉള്ളിലുള്ള ആ കാഴ്ചയിലാണ് സകലതും കണ്ടിരുന്നത്. അമ്മാമ്മയുടെ സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് ആ ഒരു അനുഭൂതിയാണ് ഞങ്ങൾക്കുണ്ടായത്. ഞങ്ങൾ സഭയായിട്ട് തുടർന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. 2 കുഞ്ഞുങ്ങളും വിവാഹിതരാണ്, വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നു, മാനന്തവാടിയിലും ഡെറാഡൂണിലും ആയിരിക്കുന്നു. 2 കൊച്ചുമക്കൾ അല്ലേ? അതോ എത്ര കൊച്ചുമക്കളാ? കൊച്ചുമക്കള്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കാം. പിൽഗ്രീം റിട്രീറ്റ് സെന്ററിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് എല്ലാവിധമായ നന്മകൾ നൽകട്ടെ. ഞങ്ങളുടെ സഭയ്ക്ക് ഇത് ഈ ഒരു സാക്ഷ്യം പങ്കുവെച്ചത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു സമയം ഞങ്ങൾക്ക് തന്നതിന് പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. കർത്താവിന്റെ വിലയേറിയ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. Thank you. God's name be glorified. Thank you. I want to give complete പൂർണ്ണ മഹത്വം എന്റെ കർത്താവിന് മാത്രം. ഓൺലി ഫോർ മൈ ജീസസ് ക്രൈസ്റ്റ്. മാത്രമല്ല ഒരു കാര്യം കൂടി, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിരാശയുടെ ചിന്തകൾ വരും. ഇറ്റ് കംസ് ഓൺ ആൻഡ് ഓഫ്. നിരാശയുടെ ചിന്തകൾ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ എന്റെ കർത്താവിനെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ ഞാൻ ജയിച്ചവനാ. അപ്പൊ ആ വചനാണ് എന്നെ ഞാൻ കൈപിടിച്ചിരിക്കുന്നത്. ഈ ജയിച്ച കർത്താവിന്റെ പുറകെ ഞാൻ പോകുന്നത്. എനിക്ക് ഇതിന്റെ മുകളിലൊക്കെ ജയമുണ്ട്. ഞാനങ്ങനെ തോറ്റു കിടക്കില്ല. ഐ എം ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് എ ഡിഫീറ്റഡ് എനിമി. The enemy is defeated and my hero is already won. Yes. We are more than conquerors. നാം അവനിൽ പൂർണ്ണ ജയാളികളാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എനിക്ക് പൂർണ്ണ ജയമുണ്ട്, ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഞാനപ്പോ ആ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. God's name be glorified. Thank you. Thank you for your